BJP നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാന കൃഷ്ണ. അഹാന കൃഷ്ണ ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിലുള്ള BJP അല്ലെങ്കിൽ CJP വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. BJP നേതാവ് കൃഷ്ണകുമാറിനെ തള്ളി മകൾ അഹാന രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞെന്താണ്, ജന്തർ മന്ദിറിൽ നടക്കുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ പറഞ്ഞെന്താണ്, കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെ ആ ഡൽഹി എന്ന് പറഞ്ഞ് ആ പറഞ്ഞ പ്രസ്താവനയ്ക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ മകൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിൽ നിലപാട് വ്യക്തമാക്കി നടി അഹാന കൃഷ്ണ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ പോലീസ് നടപടിയെ പിന്തുണച്ച് അച്ഛൻ കൃഷ്ണകുമാർ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ആനയുടെ പ്രതികരണം. സുതാര്യവും നീതിയുക്തവും തങ്ങളുടെ വിശ്വാസത്തിന് അർഹവുമായ ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾ അർഹിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കും ഇനി ഇത്തരം ഭാരം പേറേണ്ടി വരില്ലെന്ന് താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് അഹാന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച പോസ്റ്റിനകത്ത് പറയുന്നുണ്ട്. എന്താ അല്ലേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ഇങ്ങനെ എയർലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അഹാന ഞെട്ടിച്ച് കളഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, BJP നേതാവിൻ്റെ ഒരു മകളാണ്. പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കുടുംബങ്ങളിൽ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. എല്ലാ ആളുകൾക്കും വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ കാണും, അവരുടെ തീരുമാനങ്ങൾ കാണും. പക്ഷേ ഇവിടെ ഈ അഹാന പറഞ്ഞത് 100% യോജിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ജന്തർ മന്ദിറിൽ CJP നടത്തുന്ന സമരത്തെയും പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നമ്മൾ അവർക്ക് ഉറപ്പായിട്ടും സപ്പോർട്ട് കൊടുക്കണം. ഒരു 10 പേരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ എത്തത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ അഹാന കൃഷ്ണ പങ്കുവെച്ച ആ ഒരു പോസ്റ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഞാനിവിടെ വായിക്കാം. കൃഷ്ണകുമാർ എന്താണ് ഇവിടെ ഫേസ്ബുക്കിനകത്തൂടെ പങ്കുവച്ചിട്ടുള്ളത്, കൃഷ്ണകുമാർ പങ്കുവെച്ച പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ചെന്ന് പോലീസിൻ്റെ തല്ലും ഈ ക്രൂരമായിട്ടുള്ള പോലീസിൻ്റെ ഈ തല്ലും അതും ഇതെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നാളെയുടെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പഠിച്ച് പിള്ളേർക്ക് അവർക്ക് കിട്ടേണ്ട നീതി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നീതി നീതി മേടിച്ചു കൊടുക്കേണ്ട ആളുകൾ പോലും കൈയും കെട്ടി നോക്കിയിരിക്കുമല്ലേ. അപ്പം എന്തായാലും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ കൃഷ്ണകുമാർ ഫേസ്ബുക്കിനകത്ത് പങ്കുവെച്ച പോസ്റ്റ് ഞാൻ ആദ്യം വായിച്ചത് തന്നെയാണ്. കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെ ആ ഡൽഹിയിൽ നിന്ന് ഇട്ട പോസ്റ്റിനാണ് അഹാന കൃഷ്ണ ഇവിടെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരി ഇട്ടിട്ടുള്ളത്. ഞാനിവിടെ ഒന്ന് വായിച്ചു തരാം. ഒരു കുട്ടിയുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തോ ഒന്ന് അവരുടെ പ്രതീക്ഷകളെ ഉലയ്ക്കുന്നത് കാണുന്നത് വേദനാജനകമായ. ഓരോ പരീക്ഷയ്ക്ക് പിന്നിലും നമ്മൾ എപ്പോഴും കാണാത്ത ഒരു കഥയുണ്ട്. വർഷങ്ങളുടെ തയ്യാറെടുപ്പ്, ത്യാഗം, കഠിനാധ്വാനം എവിടെയെങ്കിലും എത്തിക്കുമെന്ന വിശ്വാസം. ഓരോ തലക്കെട്ടിന് പിന്നിലും യാഥാർത്ഥ സ്വപ്നങ്ങളുള്ള യാഥാർത്ഥ യുവാക്കളും അവർക്ക് മികച്ച ഭാവി പ്രതീക്ഷിക്കുന്ന യാഥാർത്ഥ കുടുംബങ്ങളുമുണ്ട്. വർഷങ്ങളോളം ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ഒരു ദിവസം മുമ്പ് റദ്ദാക്കുകയും ചെയ്ത സുഹൃത്തുക്കളിൽ നിന്ന് ഞാനിത് അടുത്തറിഞ്ഞിട്ടുണ്ട്. അത് എത്ര വിനാശകരമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ പദ്ധതികളെ മാത്രമല്ല, ന്യായമായതിനെക്കുറിച്ചുള്ള അവരുടെ ബോധത്തെയും എങ്ങനെ ഇളക്കിമറിക്കുന്നു. എല്ലാവർക്കും ഇത് ഒരുപോലെയല്ല. ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഇതൊരു തിരിച്ചടി കൂടിയാണ്. എന്നാൽ വളരെ കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിക്ക് അവരുടെ ജീവിതം മാറ്റാൻ പലപ്പോഴും വിദ്യാഭ്യാസം മാത്രമേ സഹായിക്കൂ എന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം തകരുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു പരീക്ഷ മാത്രമല്ല, അതൊരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ കൂടിയാണ്. ഈ വീഴ്ചകൾക്ക് ഉത്തരവാദികളായ ആരായാലും അവർ വ്യക്തമായും
കഴിവാക്കലുകളില്ലാതെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ സുതാര്യവും നീതിയുക്തവും അതിൽ അവർ അർപ്പിക്കുന്ന വിശ്വാസത്തിന് അർഹവുമായ ഒരു സംവിധാനത്തിന് അർഹരാണ്. ഒരു കുട്ടിക്കും ഈ ഭാരം വഹിക്കേണ്ടി വരാത്ത ഒരു ദിവസത്തിനായി ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ നൽകിയ പ്രതീക്ഷ ഒരിക്കലും അത്ര എളുപ്പത്തിൽ എടുത്തു കളയപ്പെടില്ല എന്നൊരു ഇംഗ്ലീഷിലുള്ളൊരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഞാനിവിടെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാനിതിവിടെ വായിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കി. ഇത് മാത്രമല്ല, ഒരുപാട് ആളുകൾ, സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി, ഒരുപാട് സിനിമാ മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ബി ജെ പി പ്രവർത്തകരുടെ മക്കളുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമരത്തിന് നല്ല ശക്തമായിട്ടുള്ള പിന്തുണ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. പണമുള്ളവന് എവിടെയും പൈസ കൊടുത്ത് പഠിക്കാലോ, എന്തും മേടിക്കാലോ. പാവങ്ങൾ എന്ത് ചെയ്യും? ഈ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന പാവങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് കിട്ടേണ്ട നീതിയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അല്ലേ? ഇനി ഞാൻ ന്യൂസും കൂടെ ഇവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. CJP പ്രതിഷേധത്തെ പിന്തുണച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ച നടി അഹാന കൃഷ്ണകുമാർ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണമെന്നും നമ്മുടെ കുട്ടികൾ ഇതിലും മികച്ച സിസ്റ്റം അർഹിക്കുന്നുണ്ട് എന്നും അഹാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. BJP നേതാവായ നടൻ കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാന. ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷീന, തെരഞ്ഞെടുപ്പുകളിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് അഹാനയുടെ അച്ഛൻ കൃഷ്ണകുമാർ. പക്ഷേ എങ്കിലും ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണോ അഹാന കൃഷ്ണകുമാർ? തന്നെയാണ് ദിവ്യ. അതായത് BJP നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാന കൃഷ്ണ. ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിലുള്ള BJP അല്ലെങ്കിൽ CJP പ്രതിഷേധത്തെ പിന്തുണച്ചുകൊണ്ടാണ് അഹാനയുടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദികൾ അത് ആര് തന്നെയാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നാണ് അഹാന പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ ഇതിലും മികച്ച സിസ്റ്റമാണ് അർഹിക്കുന്നത്. ഓരോ പരീക്ഷയും വർഷങ്ങൾ നീണ്ട അധ്വാനമാണ്. കുട്ടികളുടെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അത് നിമിഷ നേരം കൊണ്ട് തകരുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് അഹാന കൃഷ്ണ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തുന്ന പ്രതിഷേധത്തെ, യുവജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തെ അനുമോദിച്ചുകൊണ്ട്, അതിനെ അനുകൂലിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി നടന്മാരും നടിമാരും അല്ലെങ്കിൽ മലയാള സിനിമയിലെ തന്നെ പ്രമുഖരും രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം മുഴുവൻ BJPയെ പിന്തുണയ്ക്കുന്നു, കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. ആ സമയത്ത് മുഴുവൻ ഈ കുടുംബത്തിനെതിരെ ഒരു സൈബർ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് അഹാന കൃഷ്ണയുടെ പോസ്റ്റ് വ്യത്യസ്തമാകുന്നത്. അഹാന കൃഷ്ണ വ്യക്തമായ ഒരു നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നത് CJPയുടെ പ്രതിഷേധം അത് സ്വീകാര്യമാണ്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഹാന കൃഷ്ണയുടെ പോസ്റ്റ് ഉള്ളത്. എന്തായാലും ഈ പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദികൾ ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം. മുംബൈയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ കുറച്ച് പ്രതിഷേധം ഉണ്ടായിരുന്നു. അവിടെ വിദ്യാർത്ഥികളെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് പോലീസ് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു യുവതി മുമ്പിൽ കയറി നിന്ന് തടഞ്ഞുകൊണ്ട് പ്രതിഷേധം കാണിക്കുന്നൊരു വീഡിയോ ചങ്കുറപ്പോടുകൂടി. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നട്ടല്ലെന്ന് പറയുന്നത്. നട്ടല്ലെന്ന് പറയുന്ന സ്ഥാനത്ത് വാഴപ്പിണ്ടിയും കൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രതികരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയെങ്കിലും ഒന്ന് പ്രതികരിക്കുക. മനുഷ്യന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നാളെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുമാണ് കുറേ എണ്ണം അവിടെ പോയി നിന്നിട്ട് ഈ പോലീസന്മാരുടെ ഈ ക്രൂരമായിട്ടുള്ള ഈ ലാത്തിയടിക്കും ഇതിനെല്ലാം അവർ വിധേയമായി അവർ പ്രതികരിക്കുന്നത്. അവരുടെ ആവശ്യം നമുക്കറിയാവുന്നതാണ്. അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്, അല്ലാതെ വേറെ മലമറിക്കുന്ന സംഭവമൊന്നുമല്ല. ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകൾ രാജിവെക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ്. അതാണ് അവരുടെ ആവശ്യം. ഓക്കെ, എന്തായാലും ഞാനിവിടെ ആ ഒരു യുവതിയുടെ ഒരു പ്രകടനം ഞാൻ വെച്ച് തരാം.
നിങ്ങൾ എന്തായാലും എല്ലാവരും ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതൊക്കെ 10 പേരിലോട്ട് എത്തത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും കൊണ്ടിട്ടല്ല. നിങ്ങൾ താല്പര്യമുള്ള ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ ആ യുവതിയുടെ, ധീരയായിട്ടുള്ള യുവതിയുടെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇങ്ങനെ വേണം, ചങ്കൂറ്റത്തോടെ. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? നമ്മുടെ ഒരാളെ മാത്രം പേടിച്ചത് ഗോഡ്. ആ ഒരു ഗോഡിനെ മാത്രമേ നമ്മൾ പേടിക്കാവൂ. തല പോയാലും അനീതി എവിടെ കണ്ടാലും നമ്മൾ പ്രതികരിച്ചിരിക്കണം. പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം കനക്കുകയാണ്. ഇതിനിടെ മുംബൈയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കസ്റ്റഡിയിലെടുത്തവരുമായി പോയ പോലീസ് വാഹനം ഒറ്റയ്ക്ക് തടഞ്ഞ ഒരു യുവതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിലവിലെ പ്രക്ഷോഭങ്ങളുടെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പോലീസ് വാഹനം ഒറ്റയ്ക്ക് തടഞ്ഞ് മുംബൈ യുവതി ദാദറിലെ ശിവാജി പാർക്കിന് സമീപം ബുധനാഴ്ച നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. फडणवीस को लगता है लाडली बहन करके 1500 रुपए देकर हम हमारे नाम कर लेंगे, हम जीत कर आएंगे। तो ये कॉन्फिडेंस भी आप देखिएगा, इन तस्वीरों को आप देखिएगा, ताकि आपको पता चले कि किस तरह से चीजें होती हैं। और लोग जो हैं एक एक करके आ रहे हैं, गाड़ी के सामने खड़े हो गए हैं। तो सच्चाई है ये तो आप देखिएगा, इन्हीं तस्वीरों से आप समझ सकते हैं कि ये जो आंदोलन है किस तरह से हो रहा है। और റിയ യാദവ് എന്ന് തിരിച്ചറിഞ്ഞ യുവതിയാണ് കഴിഞ്ഞ മഴയത്ത് ഹൂഡിയും തൊപ്പിയും ധരിച്ച് പോലീസ് വാനിന് മുന്നിൽ നിലയുറപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ പോലും വകവെക്കാതെ തന്റെ മുന്നിൽ നിന്നും മാറാൻ വിസമ്മതിച്ച യുവതിയുടെ ഈ ധീരമായ ഇടപെടൽ ഒടുവിൽ കസ്റ്റഡിയിലായ വിദ്യാർത്ഥികളുടെ മോചനത്തിന് വഴിയൊരുക്കി. പോലീസ് തങ്ങളുടെ ജോലി ഉത്തരവാദിത്തോടെ അല്ല ചെയ്യുന്നത് എന്നാണ് സംഭവത്തിന് ശേഷം റിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. अपना काम नहीं कर रहे हैं, अगर वो रिस्पॉन्सिबल नहीं होंगे तो हम रिस्पॉन्सिबिलिटी लेंगे अपने सिटीजन्स की। इसलिए मैंने रोका, मैं वहाँ से चल रही थी, तब तक मुझे कॉर्नर करेंगे, ट्रैफिक में आगे नहीं जा पाएंगे। मैं यहाँ खड़ी रहूंगी, ट्रैफिक होगा तो उनको कुछ तो करना ही पड़ेगा ना। And everybody, I stopped by myself and look at this now, 2 minutes and look at this. ആരാണ് റിയ യാദവ്? ബഹുമുഖ പ്രതിഭ, മോഡലും അഭിനേത്രിയും സംരംഭകയുമാണ് റിയ യാദവ്. ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഇവർ നിരവധി മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ദിൽബര എന്ന സംഗീത ആൽബത്തിലാണ് ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ വിപണനം ചെയ്യുന്ന റിയാസത്ത് എന്ന ബ്രാൻഡിന്റെ ഉടമ കൂടിയാണ് ഈ യുവതി. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുംബൈയിലും പ്രതിഷേധം അലയടിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലും ഡൽഹിയിലെ CJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച് തുടർച്ചയായ 3ാം ദിവസമാണ് മുംബൈ നഗരം സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നിരോധനാജ്ഞ ലംഘിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുകൂടിയത്. ശിവാജി പാർക്ക്, ചൈത്യഭൂമി, ചെമ്പൂർ, ശിവസേന നഗർ എന്നിവിടങ്ങളിലായി നടന്ന ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജൂലൈ 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി സംഘം ചേർന്നിരിക്കുന്നതിനും നിരോധനാജ്ഞ ലംഘിച്ചതിനും 13 FIRകളാണ് മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം 400ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. എന്തല്ലേ തൻ്റെ ഇടമെന്ന് പറഞ്ഞാൽ ഇതാണ്. പോലീസ് വണ്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് വണ്ടി തടയണമെങ്കിൽ ആ പെൺകുട്ടി, ആ യുവതി വണ്ടി തടയുന്നത് കണ്ടിട്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് വേറുള്ള ആളുകൾ കൂടി അവിടെ ചെല്ലുന്നു. അതാണ് ഒരു പിന്തുണയെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർ വരെ, പണമുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും പ്രശ്നമില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പഠിച്ച് ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളും അവരുടെ മക്കളും ഉണ്ട്. അവർക്കൊക്കെയാണ് ഇത് ഒരുപാട് ബുദ്ധിമുട്ടാവുന്നത്. അവരൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുന്നത്. അല്ലാതെ പൈസ ഉള്ള ടീമുകൾക്കൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എത്ര രൂപ എറിഞ്ഞാലും എവിടെ വേണമെങ്കിലും അവർക്ക് വിചാരിച്ച കാര്യങ്ങൾ നേടാൻ അവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ആളുകൾ ഇതിനകത്ത് മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അവിടെയുള്ള ആളുകൾക്ക് ഫുഡും വെള്ളവും വരെ മേടിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത്, മാക്സിമം ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് നമ്മുടെയും കൂടെ ഒരു പിന്തുണ അറിയിക്കുക. 4 ആളുകളിൽ 10 പേരിലെങ്കിലും അത് എത്തണം എന്നുള്ളൊരു വിചാരത്തിൽ ഉറപ്പായിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. കാരണം ഇന്നേക്ക് വേണ്ടിയിട്ടല്ല, നാളേക്ക് വേണ്ടിയിട്ട്, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കൂടിയാണ് നമ്മൾ ഇതൊക്കെ പ്രതികരിക്കുന്നത്. അവിടെ പോയി കിടന്ന് അടി മേടിച്ച് കൂട്ടുന്ന ആളുകൾ, അവിടെ നമ്മളൊക്കെ നമ്മുടെ കേന്ദ്രത്തിലെ നമ്മുടെ കേരളത്തിലെ എംപിമാരും മന്ത്രിമാരും എല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ട് അവരൊക്കെ പോയിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അതും കൂടെ ഒന്ന് ഓർക്കണം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.